എനിക്ക് പിന്നിലൊരു ഏഴിലം പാല ഉണങ്ങി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഏത് സമയം അത് ഒടിഞ്ഞ് ആരുടെയിലേക്ക് തലയിൽ വീഴാം, അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൻ്റെ മുകളിൽ വീണ് വലിയ അപകടമുണ്ടാകാം. ഇത് നിൽക്കുന്നത് വൈറ്റിലയിൽ നിന്നും തൃപ്പൂണിത്തുറയിലേക്ക് പോകുന്ന വഴിക്കാണ്. അവിടെ KSEBയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനുണ്ട്. അതിൻ്റെ സമീപത്തായിട്ടാണ് ഇത് നിൽക്കുന്നത്. നമുക്ക് ഈ മരം കണ്ടാൽ തന്നെ അറിയാം, ഇതിനകത്ത് മുഴുവൻ ഓട്ട വീണിട്ടുണ്ട്. അതായത് ഈ പുഴുവൊക്കെ തിന്ന് അത് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. മരം ഇങ്ങനെ ഉണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏറെ നാളുകളായി എന്നാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത്. അത് നിരവധി പേർ മറുനാളിൽ ഈ വിവരം വിളിച്ച് പറഞ്ഞും മെയിലയച്ചും ഒക്കെയാണ് നമ്മളിത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതുവഴി ദിനംപ്രതി യാത്ര ചെയ്യുന്നവർക്കറിയാം, ഈ വലിയ ഭീമാകാരമായ ഈ ഒരു പാലമരം ഉണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആയി എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതെല്ലാം ദ്രവിച്ച് അതിൽ പുഴുവൊക്കെ തിന്ന് അതിൽ നിന്നും ഇങ്ങനെ പൊടിഞ്ഞ് അതിൻ്റെ തടികൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിന് ചുറ്റും അങ്ങനെ ഈ തടി പൊടിഞ്ഞ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാഴ്ചയിൽ കാണാൻ കഴിയുന്നത്. അധികൃതർ എത്രയും വേഗം തന്നെ ഈ ഒരു മരം മുറിച്ച് മാറ്റണം. ഇവിടെ നിരവധി ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടുവന്ന് ചാർജ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതിന് മുകളിലേക്കോ അല്ലെങ്കിൽ ഈ റോഡിലേക്കോ, അതായത് ഒരുപാട് തിരക്കുള്ള റോഡാണ്, കോട്ടയത്തേക്ക് പോകുന്ന പ്രധാന പാതയാണിത്. അപ്പോൾ ഇതുവഴി പോകുന്ന ഏതെങ്കിലും വാഹനത്തിന് മുകളിൽ വീഴാം. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ KSEBയുടെ സബ്സ്റ്റേഷനാണ് തൊട്ടടുത്തുള്ളത്. അവിടേക്കാണെങ്കിലും ഇത് മറിഞ്ഞു വീണ് വലിയ അപകടമുണ്ടായേക്കാം. ഇതെല്ലാം കണ്ടിട്ടും അധികൃതർ എന്തുകൊണ്ടാണ് ഇതൊന്നും മുറിച്ച് മാറ്റാത്തത്? ഇനിയൊരു വലിയ അപകടം ഉണ്ടായി എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ആളപായം ഉണ്ടായി കഴിഞ്ഞിട്ടായിരിക്കാം അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക. പക്ഷേ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഇത് മുറിച്ച് മാറ്റണം, ഇല്ലെങ്കിൽ വലിയ അപകടമാണ് ഉണ്ടാകുന്നത്.